നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ എല്ലാം കെയിലാണ് തുടങ്ങുന്നത്. കെ കെ ഫോൺ. അതിന് മുന്നോടിയായിട്ട് വന്ന ഒന്നാണ് കേരള ബാങ്ക്. വളരെയേറെ പ്രതീക്ഷയോടെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ വളരെയേറെ മാറ്റം ഉണ്ടാക്കും എന്നുള്ള പ്രഖ്യാപനത്തോടുകൂടി ഒരു മന്ത്രി, അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചത് ധനതത്വശാസ്ത്രത്തിലല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ് കേരള ബാങ്ക്. നമ്മുടെ ജില്ലാ സഹകരണ ബാങ്കുകളെ ക്രോഡീകരിച്ചുകൊണ്ട് കേരള ബാങ്ക് ഫലത്തിൽ നിലവിൽ വരുത്തി. അതിൻ്റെ ചെയർമാൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഇന്ന് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലെ ജനങ്ങളുടെ പേടി സ്വപ്നമാണ് കേരള ബാങ്ക്. കൊടും പലിശയ്ക്കാണ് ഇവർ ഈ എല്ലാവരിൽ നിന്നും ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം ഉപരി ഇവർക്ക് സർഫാസി നിയമം കൂടി ഇവർ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. സർഫാസി നിയമത്തിനെതിരെ സമരം ചെയ്യുകയും സർഫാസി നിയമം കാടത്തമാണെന്നും ഒക്കെ പറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ളവരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ജപ്തി ചെയ്യപ്പെടുന്ന ആൾക്കാരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല, അതിനുവേണ്ടി ഒരു ബില്ല് നമ്മുടെ നിയമസഭയിൽ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ജപ്തി വിരുദ്ധ ബില്ല് എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാം. അതിനകത്ത് മന്ത്രി എന്ന് പറഞ്ഞത്, ഞങ്ങൾ ജപ്തിയൊക്കെ ചെയ്യും, പക്ഷേ അത് സിംബോളിക്കലായിരിക്കും, നിങ്ങളവിടെ ഇറക്കി വിടില്ല, ഒരാളിനെയും കുടിയൊഴിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം വരുന്ന വാർത്തയിൽ ഒരു വീട്ടിലെ ആ കുടുംബനാഥനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനെയും വെളി അടിച്ചിറക്കിയിട്ട് കേരള ബാങ്കിൽ പോയി എന്നൊരു വാർത്ത 2-3 ദിവസമായി കാണാൻ സാധിച്ചു. ഇപ്പോഴവരുടെ മറ്റൊരു ലീലാവിലാസം എന്ന് പറയുന്നത്, ലീലാവിലാസം എന്ന് തന്നെ പറയാം. കാരണം അതുകൊണ്ട് സർക്കാരിന് 2 ലാഭം. കേരള ബാങ്കിന് പൈസ കിട്ടുകയും ചെയ്യും, അത് പിരിച്ചു കൊടുക്കുന്ന വഴിയിൽ സർക്കാരിന് ചില കമ്മീഷൻ കിട്ടും. 5% തൊട്ട് 7% വരെ കമ്മീഷൻ കിട്ടുന്ന ഒരു ഏർപ്പാട്. കേരള ബാങ്കിൻ്റെ കുടിശ്ശികയുള്ള എമൗണ്ട് ചെറിയ എമൗണ്ടുകളൊന്നുമല്ല. 8 ലക്ഷം, 10 ലക്ഷം, 50 ലക്ഷം വരെയുള്ള, അല്ല അതിൽ കൂടുതലുള്ള എമൗണ്ടിന് കോടതികളിൽ പോകാതെ നേരെ റവന്യൂ റിക്കവറിക്ക് അയക്കും. റവന്യൂ റിക്കവറിക്ക് അയക്കുമ്പോൾ സർക്കാരിന് കിട്ടുന്നത് 5%, 7% സ്ലാബുണ്ട്. ആ സ്ലാബ് അനുസരിച്ച് റവന്യൂ റിക്കവറിയെ പറ്റി വിശദമായൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ലിങ്കിൽ അത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ റവന്യൂ റിക്കവറിക്ക് കൊടുക്കുമ്പം സർക്കാരിന് കിട്ടുന്ന ലാഭം ഈ പറഞ്ഞ കമ്മീഷൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനോട് കിട്ടും. സാധാരണ ജനങ്ങളുമായി അടുത്ത് ഇടവഴി നിൽക്കേണ്ട വില്ലേജ് ഓഫീസറെയും വില്ലേജ് ഓഫീസ് സ്റ്റാഫിനെയും കൊണ്ടാണ് റവന്യൂ റിക്കവറി നടപടികൾ നടത്തുന്നത്. ബാങ്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ റവന്യൂ റിക്കവറി ശരിക്കും പറഞ്ഞാൽ വില്ലേജ് ഓഫീസർ ചെയ്യേണ്ടതാണോ? സർക്കാർ ഗുണ്ടയെ പോലെയാണോ പെരുമാറുന്നത്? റവന്യൂ റിക്കവറി നിയമത്തിൽ കാലികമായ മാറ്റം വേണമെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 2015 12 ലക്ഷം രൂപ വായ്പ എടുത്ത ആളിന് 2019-15 12 ലക്ഷം രൂപ വായ്പ എടുത്ത ആളിന് 4 വർഷം കഴിഞ്ഞപ്പം ഏതാണ്ടത് 19 ലക്ഷം രൂപയുടെ ബില്ല് റവന്യൂ റിക്കവറി വരെ കൊടുത്തിട്ടുണ്ട് കേരള ബാങ്ക്. ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നറിയില്ല. മറ്റുള്ള ബാങ്കുകളൊക്കെ തന്നെ ആ ഉപഭോക്താവിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അയാൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഇത് പൈസ ഈടാക്കാൻ പറ്റും, അല്ല അയാൾക്ക് ഇത് എങ്ങനെ അടയ്ക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അയാളുമായിട്ട് ഒരു മുഖാമുഖം നടത്തി പ്രിൻസിപ്പൽ പോർഷനിൽ പോലും ലോണുകൾ തീർത്തു കൊടുക്കുന്ന സാഹചര്യത്തിൽ, ഈ കോവിഡ് വന്ന സാഹചര്യത്തിലാണ് ഞാനിത് പറഞ്ഞു വന്നത്, ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ കേരള ബാങ്ക് പലിശയുടെ പലിശയും അതിൻ്റെ അപ്പുറത്തെ പലിശ ഈടാക്കുന്നതും ഇത്തരം പരിപാടികളുമായി മുമ്പോട്ട് വന്നിരിക്കുന്നത്. ശരിക്കും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങളുടെ പണം മേടിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളായിരുന്നു കോപ്പറേറ്റീവ് മേഖലയിൽ എന്നാണ് നാം പഠിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെ സഹകരണ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനത്തെ നമ്മുടെ ബഹുമാന്യനായ തോമസ് ഐസക്ക് കേരള ബാങ്കാക്കി മാറ്റുകയും അത് എന്തൊക്കെയോ ഘടനയിൽ മാറ്റം വരുത്താൻ പോകുന്ന വലിയൊരു പ്രസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്ന കൊട്ടിഘോഷിച്ചുകൊണ്ടുന്ന ഈ സ്ഥാപനം ഇന്ന് സാധാരണക്കാരൻ്റെ പേടി സ്വപ്നമാണ്. റവന്യൂ റിക്കവറി ആയതുകൊണ്ട് ഏത് സമയം വില്ലേജ് ഓഫീസർക്ക് അടച്ചില്ല, വില്ലേജ് ഓഫീസർക്ക് ഏത് അവസരം ചെല്ലും. മാത്രമല്ല റവന്യൂ റിക്കവറിയോ കോർട്ട് അറ്റാച്ച്മെൻറ്റോ ഉള്ള വസ്തുവിൽ ഒരിടത്തും കരം എടുക്കരുത് എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല. കരം എന്ന് പറയുന്നത് ഫിസിക്കൽ അറേഞ്ച്മെൻ്റ് ആണെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കെ ഷാജ് അഡ്വക്കേറ്റിൻ്റെതായ രീതിയിൽ വന്ന ഒരു വിധിയിൽ, അദ്ദേഹം കൊടുത്ത കേസിൽ വന്ന വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് KLTയിൽ വന്നിട്ടുമുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടാണ്. അതൊന്നും വില്ലേജ് ഓഫീസർക്ക് ബാധകമല്ല എന്നുള്ളതാണ് കാര്യം. എന്ത് കാര്യത്തിനും മനുഷ്യൻ്റെ കരമടച്ച രസീത് കാണും. അപ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ, റവന്യൂ റിക്കവറി ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ കരം കൊടുക്കത്തില്ല? ഇത് മുകളിലോട്ടുള്ള സാറിന് പോലും അറിയില്ല. റവന്യൂ റിക്കവറിയുടെ പേരിൽ ജനങ്ങൾ പലരും വളരെയേറെ ദുഃഖവും
അതിലേറെ ഉപരി അവർ ഈ സ്ഥാപനങ്ങളോട് പോലും, ഇവൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ പോലും അവർക്ക് വൈരാഗ്യം തോന്നുള്ള പ്രവൃത്തിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും കേരള ബാങ്കിൻ്റെ ഈ നടപടി കേരളത്തിലെ ജനങ്ങളെ കേരള ബാങ്കിൽ നിന്ന് അകറ്റുക മാത്രമേ ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കണം. അവരവരുടെ അക്കൗണ്ട്സ് നോക്കുക, ഓരോ വർഷവും അവർക്ക് എത്രമാത്രം അക്കൗണ്ടുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് നോക്കുക. ലോൺ എടുക്കാൻ വരാത്ത, അല്ലെ ലോൺ വേണ്ടാത്ത ഒരാളും അവരുടെ അടുത്ത് SBI അക്കൗണ്ട് എടുക്കാൻ പോകാൻ സാധ്യതയില്ല. ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ അതിന് ലഭിക്കേണ്ടതായ ഒത്തിരി കാര്യങ്ങൾ, ഒരു ഗുണഭോക്താവിന്, അതിൻ്റെ ഒരു ഉപഭോക്താവിന്, അവിടുത്തെ ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് ലഭിക്കേണ്ടതായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊന്നും ചെയ്തു കൊടുക്കാൻ പര്യാപ്തമായ ഒന്നല്ല ഈ കേരള ബാങ്ക്. ഇതിനെ പഴയ ജില്ലാ സഹകരണ ബാങ്കായിട്ട് മാറ്റിയാൽ ഒരുപക്ഷെ കുറെ കൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഭാവിയിൽ അത് അങ്ങനെ തന്നെ ആവാനാണ് ഈ പോക്ക് പോയാൽ സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും കോടതികളിൽ കേസുകളുടെ എണ്ണം കൂടുന്നു, നമ്മുടെ അഡ്വക്കേറ്റ്സിന് ഫീസ് കിട്ടും, കോടതിക്ക് കോർട്ട് ഫീസ് കിട്ടും. അങ്ങനെ കേരള ബാങ്ക് കൊണ്ട് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും സർക്കാർ പറയുന്നത് ഒന്നും തന്നെ ജനം വിശ്വസിക്കരുത് എന്നാണ് ഈ നടപടി കൊണ്ടുള്ള മനസ്സിലാക്കേണ്ടത്. കാരണം സർക്കാർ പറഞ്ഞത് ഒരാളിനെയും കുടി ഒഴിപ്പിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കുടി ഒഴിപ്പിച്ചുകൊണ്ടാണ് കേരള ബാങ്ക് മുമ്പോട്ട് പോകുന്നത്. കൂടാതെ ഇത്തരം നടപടികൾ, ഈ റവന്യൂ റിക്കവറി എന്ന് പറയുന്ന ഈ പ്രാകൃതമായ സർക്കാർ ഗുണ്ടായുസവും മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരു നല്ല തലമുറയെ അവരിലേക്ക് അടുപ്പിക്കുന്നതിന് പകരം അകലുത്തുക മാത്രമേ ചെയ്യുള്ളൂ എന്ന് അവരോർക്കുന്നത് അവർക്ക് തന്നെ നല്ലതായിരിക്കും. നന്ദി, നമസ്കാരം.